കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് നേരത്തെയൊക്കെ കൊണ്ട് അടിപൊളി ചിപ്സ് ചെയ്താലോ. അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചിപ്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അത് നല്ലൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു ചിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത്. നമ്മളിത് അങ്ങനെ സാധാ അങ്ങനെ പച്ചക്കായലൊക്കെ ചെയ്യത്തില്ലേ, ഏത്തക്ക ചിപ്സ് ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് അതേപോലെയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന് പഴുത്ത ഏത്തക്കായിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഇല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ എണ്ണ ഇട്ട് അല്പം നേരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മഞ്ഞ കളറായി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിപ്സൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലേ, നല്ല അടിപൊളി മഞ്ഞ കളറിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.